ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു സുഖമായിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ഒരു ചിക്കൻ കബാബാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത കബാബാണ് കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പുറമെല്ലാം നല്ല ക്രിസ്പിയും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളൊരു കബാബാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കൊരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കബാബ് ഉണ്ടാക്കാൻ തുടങ്ങാം. കബാബിൻ്റെ കൂടെ ഞാനിവിടെ ഒരു ഗ്രീൻ ചട്നി കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുകൊണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കബാബ് ഉണ്ടാക്കാനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങളിൽ മസാല എല്ലാം നല്ലതുപോലെ പിടിച്ചു കിട്ടാൻ വേണ്ടി കഷ്ണങ്ങളുടെ പുറത്ത് ഇതുപോലെ കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചിക്കനിൽ പുരട്ടാനായിട്ടൊരു മസാല ഉണ്ടാക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 3 ഉണക്കമുളക്, 5 അല്ലി ചെറിയ ഉള്ളി, ഈ സൈസിലുള്ള 20 അല്ലി വെളുത്തുള്ളി, ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മിക്സി മൂടി ഇത് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. മസാല ഈ കാണുന്ന പോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മസാല ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ ചിക്കനും മസാലയോടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പൊടികൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോഴത്തേക്കും ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 2 മുട്ടയുടെ വെള്ളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടവെള്ളം ചേർത്ത് കഴിഞ്ഞ് വീണ്ടും കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി മിക്സ് ചെയ്തിട്ട് ചിക്കൻ കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കണം. ഞാൻ ഇതുപോലെ ഒരു ഡബ്ബയിലിട്ടിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറെല്ലാം കഴിഞ്ഞ് ഇനി നമുക്കിത് വറുത്തെടുക്കാം. ചിക്കൻ വറുത്തെടുക്കാനായിട്ട് ചീനച്ചട്ടിയിൽ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം സ്റ്റവ് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ ഉൾഭാഗമൊന്നും പാകത്തിന് കുക്കായി കിട്ടുകയുമില്ല, പുറമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കബാബ് പാകമായി വന്നിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പി ഒരു ബ്രൗൺ കളറെല്ലാം ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കൻ നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കബാബ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം. ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിനയില, 2 പച്ചമുളക്. നിങ്ങൾക്ക് എരിവ് അധികം വേണമെങ്കിൽ 1 പച്ചമുളക് ഉപയോഗിച്ചാലും മതി. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. ചെറിയ അല്ലി വെളുത്തുള്ളി, അതുകൊണ്ട് ഞാനൊരു 5 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ 2 അല്ലി വെളുത്തുള്ളിയൊക്കെ എടുത്താൽ മതിയാകും. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി നമുക്ക് വളരെ കുറച്ചെടുത്താൽ മതി. 2 ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കണം. പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും.
ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം ചേർക്കുമ്പോഴത്തേക്ക് ചട്നിക്ക് ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ പുളിച്ച തൈരൊന്നും ചേർക്കരുത്. ചെറിയ പുളിയുള്ള തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഇനി മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ചട്നി ഇപ്പോൾ ഈ കാണുന്നത് പോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് തൈരിട്ട് കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം പുളിച്ച തൈര് പാടില്ല. പുളി കുറഞ്ഞ തൈര് എടുത്താൽ മതി. തൈരെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ തൈര് ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ചൊന്ന് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ തൈര് ഈ കാണുന്ന പോലെ ഒട്ടും കട്ടയില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ക്രമീകരിക്കാനായിട്ട് പഞ്ചസാര ചേർക്കുമ്പോൾ വളരെ നല്ലതാണ്. അപ്പോഴത്തെ ഒരു ടേസ്റ്റും കിട്ടും ചട്നിക്ക്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി റെഡിയായ ചട്നി നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി റെഡിയായ ചട്നിയുടെ പുറത്ത് നമുക്ക് മല്ലിയിലയോ പുതിനയിലയോ വെച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നിയും കബാബും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലുള്ള നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.